ഒന്നാണ് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ CPM-ന്റെ പ്രമുഖ നേതാവ് ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയനും കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം അലങ്കരിക്കേണ്ട നേതാവാണ് ഇ പി ജയരാജനെ കഴിഞ്ഞ ദിവസം LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ്. അത് ഏകപക്ഷീയമായി പോയി എന്ന ഒരു പരാതി ഇ-പിക്കുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം ഇ-പി കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം, കേന്ദ്ര കമ്മിറ്റി അംഗമാണല്ലോ, കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം കൂടി കാത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒരു പക്ഷേ രാഷ്ട്രീയം അവസാനിപ്പിക്കുക എന്ന തലത്തിലുള്ള കടുത്ത തീരുമാനത്തിലേക്ക് ഇ-പി പോകുമെന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനെതിരെയാണ് ഇ-പി ജയരാജനെതിരെ വീണ്ടും പി ജയരാജൻ രംഗത്ത് വന്നിരിക്കുന്നത്. റിസോർട്ട് ആരോപണം സംസ്ഥാന സമിതിയിൽ അദ്ദേഹം വീണ്ടും ഉന്നയിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം. പാർട്ടിക്ക് നൽകിയ പരാതിയിൽ എന്ത് നടപടി ഉണ്ടായെന്ന് പി ജയരാജൻ ചോദിച്ചു. പരാതി ഇപ്പോൾ പരിഗണിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി നൽകി. അതേസമയം പാർട്ടി നടപടിയിൽ കടുത്ത അമർഷത്തിലാണ് ഇ-പി ജയരാജൻ. നടപടി അറിഞ്ഞത് സെക്രട്ടേറിയറ്റ് യോഗത്തിനിടെയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗത്തോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്നും ഇ-പി ചോദിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ അതാണ്. ഇ-പി വല്ലാത്ത അസംതൃപ്തിയിലാണ്, കടുത്ത അമർഷത്തിലാണ് ഇ-പി ജയരാജൻ എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പാർട്ടി ഒട്ടും മാന്യത കാട്ടിയില്ല എന്നുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ പരിഗണനത്തിന് കിട്ടിയില്ല എന്ന പരാതി ജയരാജനുണ്ട് എന്നുള്ളതാണ്. അതിനിടയിലാണ് പി ജയരാജൻ നേരത്തെ ഉന്നയിച്ച റിസോർട്ട് ആരോപണം വീണ്ടും സംസ്ഥാന കമ്മിറ്റിയിൽ കൊണ്ടുവരുന്നത്. വി അരുണിലേക്ക് ഒന്ന് പോകണം. അരുണ്, ഇ-പിക്കെതിരെ പി ജയരാജൻ ആരോപണം ഉന്നയിക്കുന്ന ആദ്യമായല്ല. നേരത്തെ ഈ വൈദേകം റിസോർട്ട് വിവാദം പാർട്ടി കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും അത് ആ പാർട്ടിയുടെ പ്രതികരണം തേടുകയുമൊക്കെ ചെയ്തിരുന്നു. അന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഈ CPM സംസ്ഥാന സെക്രട്ടറി ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞിരുന്നു. എന്തായാലും ഇന്നലെ പാർട്ടി സംസ്ഥാന സമിതിയിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോഴുള്ള നിലപാട് രഞ്ജിത്ത്, 2022 ഇ-പി ജയരാജനെതിരെ ആയുർവേദ റിസോർട്ട് വിവാദം ഉയർന്നത്. വൈദേഹം എന്ന റിസോർട്ട് ഇ-പി ജയരാജന്റേതാണ് എന്ന ആരോപണം ഉയർന്നു വന്നത്. അന്നു മുതൽ ഈ വിഷയം CPM-ൽ ചർച്ചയാണ്. ഇത് CPM സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചതും അന്വേഷണം ആവശ്യപ്പെട്ടതും പി ജയരാജനായിരുന്നു. അന്ന് പാർട്ടി അത് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും എന്തുകൊണ്ട് തീരുമാനമായില്ല, അന്വേഷണം എന്തായി എന്നാണ് പി ജയരാജൻ കഴിഞ്ഞ ദിവസം മെനിങ്ങാന്ന് സംസ്ഥാന സമിതിയിൽ ചോദിച്ചത്. ഇ-പി ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് മാറ്റിയ സംസ്ഥാന സമിതിയിൽ അദ്ദേഹം അത് മാറ്റിയിട്ടും മുൻ ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാനോ അല്ലെങ്കിൽ ഇ-പി അങ്ങനെ വിടാനോ തയ്യാറല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പി ജയരാജൻ താൻ അന്ന് ഉന്നയിച്ച ആരോപണം എന്തായി, അതിന്റെ പാർട്ടിക്ക് നൽകിയ പരാതിയിൽ എന്ത് നടപടി ഉണ്ടായി എന്ന ചോദ്യം വീണ്ടും ഉയർത്തിയത്. ഇപ്പോൾ പരാതി പരിഗണിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി നടന്നു. അനധികൃത ഇടപാട് അവിടെ നടന്നു എന്ന ആരോപണമാണ് നേരത്തെ പി ജയരാജൻ ഉയർത്തിയത്. ആ ആരോപണത്തിൽ പാർട്ടി അന്വേഷണം കഴിഞ്ഞിട്ടില്ല, ആ പാർട്ടി അന്വേഷണം നടക്കുന്നു എന്നൊരു മറുപടിയാണ് MV ഗോവിന്ദൻ നൽകിയത്. അതായത് ഇ-പിക്കെതിരെ മുന്നണി കൺവീനർ സ്ഥാനം മാറിയതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ നടപടിയെടുക്കാതെ വിടാൻ കഴിയില്ല, നടപടി വേണം എന്ന നിലപാടാണ് പി ജയരാജൻ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ റിസോർട്ട് വിവാദം വീണ്ടും ഉയർത്തുന്നത്. കണ്ണൂർ രാഷ്ട്രീയത്തിൽ ബദ്ധ വൈരികളാണ്, രണ്ട് ഭാഗത്തു നിന്ന് ശക്തമായി എതിർചേരിയിൽ നിൽക്കുന്നവരാണ് ഇ-പി ജയരാജനും. അതുകൊണ്ടാണ് ഇ-പി ഇപ്പോൾ വീട് കിടക്കുമ്പോഴും അദ്ദേഹത്തെ ആക്രമിക്കാൻ പി ജയരാജൻ തയ്യാറാകുന്നത്. ഇ-പിയുടെ മനസ്സ് എന്താണെന്നുള്ളതും പ്രധാനമാണല്ലോ. കാരണം ഈ കേന്ദ്ര നേതൃത്വം ഈ വിഷയത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, ഒരു തീരുമാനം പറയേണ്ടതുണ്ട്. അദ്ദേഹം ഇന്നലെ ഒന്നും മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല, അസുഖബാധിതനാണ് എന്ന് മറ്റുമാണ് കുടുംബാംഗങ്ങൾ അറിയിച്ചതെന്ന് അറിയുന്നു. ഇ-പി കടുത്ത അമർഷത്തിലാണോ, ഇനിയും മറ്റെന്ത് കാത്തിരിക്കുന്നുണ്ട് അദ്ദേഹം തീരുമാനം പ്രഖ്യാപിക്കാൻ? ഇ-പി ജയരാജൻ അമർഷത്തിൽ തന്നെയാണ്. കാരണം അങ്ങനെ ഒരു നടപടി അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന്, അതും സംഘടനാ സമ്മേളനങ്ങൾ തീരുമാനിച്ച ശേഷം, അത് പ്രഖ്യാപിച്ച ശേഷം പെട്ടെന്നൊരു നടപടി, അതും ഈ രീതിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടപടി വേണം എന്ന തീരുമാനം അറിയിക്കുകയായിരുന്നു MV ഗോവിന്ദൻ ചെയ്തത്. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഇങ്ങനെ ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്താതെ പെട്ടെന്ന് നടപടിയിലേക്ക് പോയതാണ് ഇ-പിയെ ഞെട്ടിച്ചത്. താൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, തന്നോട് ഇങ്ങനെയല്ല പെരുമാറേണ്ടതെന്ന നിലപാട് ഇ-പി ആ യോഗത്തിലും അറിയിച്ചിരുന്നു. അതിനെ തുടർന്നാണ് അദ്ദേഹം അടുത്ത ദിവസം ഇന്നലെ രാവിലെയാണ് അദ്ദേഹം ടിക്കറ്റ് കണ്ണൂരിലേക്ക് ബുക്ക് ചെയ്തത്. പക്ഷെ അതിന് മുമ്പ് തന്നെ തലേ ദിവസം തന്നെ അദ്ദേഹം പോകാനുള്ള കാരണം അതാണ്. കടുത്ത അതിർത്തി വ്യക്തമാക്കിയാണ്. ഇനി എന്താ ഇ-പിക്ക് മുന്നിൽ കാര്യമായ വഴികളില്ല എന്നാണ് ഏറ്റവും പ്രധാനം. കാരണം CPM പൊളിറ്റ് ബ്യൂറോ അടക്കം ഈ വിഷയം നേരത്തെ ചർച്ച ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ഈ നടപടിയിലേക്ക് പോയത്. കേന്ദ്ര കമ്മിറ്റിയെ വീണ്ടും സമീപിക്കാൻ ഇ-പി കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. പക്ഷേ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ പോലും കാര്യമായി പങ്കെടുക്കാതെ നാളുകൾ അദ്ദേഹം മാറി നിന്നതാണ്. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും കേന്ദ്ര കമ്മിറ്റിയെ സമീപിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇ-പിക്ക് മുന്നിലുള്ള വഴി സ്വാഭാവികമായും കേന്ദ്ര കമ്മിറ്റിയും അതുപോലെ തന്നെ പാർട്ടി അച്ചടക്ക സമിതിയും ഒക്കെ സമീപിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ തരത്തിൽ ഇ-പി മുന്നോട്ട് പോകുമോ എന്ന കാര്യവും നമുക്ക് കാത്തിരുന്ന് കാണണം. ഏതായാലും ഇ-പി ജയരാജൻ അതൃപ്തിയിലാണ്. ഇതിനെതിരെയാണ് പി ജയരാജൻ വീണ്ടും
ആരോപണവുമായി വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട ആരോപണവുമായി സംസ്ഥാന സമിതിയിൽ വന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ പാർട്ടി അന്വേഷണം ഏത് തരത്തിലായി എന്നുള്ള ചോദ്യമാണ് EP മുന്നോട്ട് വെക്കുന്നത്.